പ്രൈസ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇന്ന് പകൽക്കാല അല്പസമയം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന സഹായം, ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് തരുന്ന സഹായത്തെക്കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആത്മീയ ജീവിതം നയിക്കുവാൻ നമുക്ക് തരുന്ന സഹായത്തെക്കുറിച്ച് ഈ ഒരു അധ്യായത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മൾ ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രൈസ് അല്ലോ. നമ്മുടെ ആത്മീയ ജീവിതം യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ, ആ യാഗത്തിലൂടെ, ഹല്ലേലൂയ, നമുക്ക് ലഭിച്ച ആ ആത്മാവിൻ്റെ രക്ഷയാലാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. പ്രൈസ് അല്ലോ. യേശു കർത്താവിൻ്റെ കാൽവറി ക്രൂശിലെ മരണത്തിൽ നമ്മൾ വിശ്വസിച്ചു. അതിലൂടെ നമുക്ക് ലഭിച്ച ആത്മാവിൻ്റെ രക്ഷയിലൂടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രൈസ് അല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമുക്ക് ഈ കർത്താവിൻ്റെ വഴികളിലേക്ക് വരുവാൻ കഴിയത്തില്ലായിരുന്നു. ന്യായപ്രമാണം പഴയ നിയമ കാലഘട്ടത്തിൽ കൊടുത്തുവെങ്കിലും മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ആ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ് വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യായപ്രമാണത്തിൻ്റെ എന്തെങ്കിലും കുറവല്ല, മറിച്ച് മനുഷ്യൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം മനുഷ്യൻ പാപത്തിലേക്ക് വീണു പോയത് കൊണ്ട് അവന് സ്വതവേ ദൈവത്തിൻ്റെ കൽപ്പന അംഗീകരിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. അവനെ പാപത്തിൽ നിന്ന് ആർക്കെങ്കിലും വിടുവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തോടടുത്തു വന്ന് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ കഴിയത്തുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കുമാർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. പ്രൈസലോ. ഇന്ന് പകൽക്കാലം നമ്മൾ ആത്മാവിൻ്റെ രക്ഷ പ്രാപിച്ചു എന്ന് പറയുമ്പോൾ അത് നിശ്ചയമായിട്ടും യേശു കർത്താവിൻ്റെ ആ ക്രൂശ് മരണം അതിനകത്ത് വളരെ പ്രാധാന്യതയുള്ളതാണ്. അപ്പോൾ തന്നെ ആ ക്രൂശ് മരണം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്നും ഞാനൊരു പാപിയാണെന്നും ഈ പാപത്തിൽ നിന്ന് എനിക്കൊരു മാനസാന്തരം വേണമെന്നും എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിങ്കൽ നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് ഈ പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗങ്ങൾ വളരെയധികം പ്രാധാന്യതയുള്ളതാണ്. എങ്ങനെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത്? ഇവിടെ രണ്ടാമത്തെ വാക്യത്തിലേക്കൊന്ന് കടന്നു വന്നാട്ടെ. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് എന്ത് ലഭിച്ചു? ഒരു സ്വാതന്ത്ര്യം ലഭിച്ചു. പ്രൈസ്. എവിടെ നിന്ന് സ്വാതന്ത്ര്യം? പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് പ്രൈസ് ഒരു സ്വാതന്ത്ര്യം ദൈവം നൽകി തരുവാൻ ഇടവന്നു. പ്രൈസ്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഗുരുത്വാകർഷണ ബലം, ലോ ഓഫ് ഗ്രാവിറ്റി എന്നുള്ള വിഷയം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ: ഒരു ബോൾ എടുത്ത് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബോൾ എന്ത് ചെയ്യും? താഴേക്ക് വരും. അതിൻ്റെ കാരണം എന്താണ്? ഭൂമി ആ ബോളിനെ എന്ത് ചെയ്യുക? ആകർഷിക്കുന്നത് കൊണ്ട് അതിന് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല, അത് താഴേക്ക് വരികയാണ്. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ബോളിന് എന്തില്ല? ജീവനില്ല. പ്രൈസല്ലോ. ജീവനില്ലാത്തത് കൊണ്ട് അതിന് സ്വതവേ ഈ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഒരു ചെറിയ പക്ഷിയെ എടുത്തിട്ട്, നിങ്ങൾ കൂട്ടിയിട്ട് വളർത്തുന്ന ഒരു പക്ഷിയെ അതിനെ എടുത്തിട്ട് മുകളിലേക്കൊന്ന് പറപ്പിച്ച് നോക്കിയാട്ടെ, അത് താഴേക്ക് വരുന്നില്ല. കാരണം എന്നാ? ഈ ഗുരുത്വാകർഷണ ബലത്തെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ജീവൻ ഈ പക്ഷിയുടെ അകത്തുണ്ട്. പ്രൈസലോ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തില് പാപം, പ്രലോഭനങ്ങള്,
ആമേ പ്രൈസലോ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെ നിത്യമരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ അകത്തേക്ക് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കൊരു ജീവൻ നൽകി പ്രൈസലോ ആ ജീവന്റെ ബലത്താൽ ശക്തിയാൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ പാപത്തിൻ്റെ ഇഷ്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് ആത്മാവിൻ്റെ സഹായത്തോടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവനുള്ള ദേഹികളായി കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തി എന്നുള്ള സത്യം ഇന്ന് പകൽക്കാലം വചനം നമ്മളോട് പറയുക. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, പാപത്തിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം, പ്രൈസല്ലോ, മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഇതാരാ തന്നത്? പരിശുദ്ധാത്മാവ തന്നത്. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞാൽ ആമേ പാപവും മരണവും ഒക്കെ എന്ത് ചെയ്യുക, നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് സ്വതവേ രക്ഷപ്പെടാൻ ആർക്കും കഴിയത്തില്ലായിരുന്നു. ആ സമയത്താണ് ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ അകത്തളങ്ങളിലേക്ക് നൽകി തന്ന് ആമേൻ നമുക്ക് ജീവൻ തന്ന്, പ്രൈസലോ, പരിശുദ്ധാത്മാവ് നമുക്ക് എന്താ തന്നത്? ജീവനാ തന്നത്. ആമേ പാപം മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുകയായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തന്ന ജീവൻ, പ്രൈസലോ, ആമേൻ ഈ ബന്ധനങ്ങളെ അതിജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസലോ, ആമേ മിസ്രയീമിന്റെ അടിമത്തത്തിൽ ഇസ്രായേൽ മക്കൾ കടന്നപ്പോൾ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ചെന്ന് ഫറവോനോട് സംസാരിക്കണം. എന്താണ്? എൻ്റെ ജനത്തെ മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ വിട്ടയക്കണം. പ്രൈസലോ. എന്നാൽ ദൈവം ഓരോ ബാധകൾ ആമേൻ മിസ്രയീമിന്റെ മുകളിൽ ഫറവോന്റെ കൊട്ടാരത്തിലൊക്കെ അയക്കുന്നുവെങ്കിലും ഓരോ ബാധ കഴിയുമ്പോൾ ഫറവോന്റെ ഹൃദയം വീണ്ടും കഠിനപ്പെടുകയാ. ഈ ജനത്തെ അവിടെ എന്ത് ചെയ്യുക? ബന്ധനത്തിൽ ആമേ വെച്ചിരിക്കുക. ഓരോ ദിവസവും ബന്ധനത്തിന്റെ ശക്തി കൂടുകയാ. ആമേൻ ഒരു തരത്തിലും ഇവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവം തന്നെ ഇറങ്ങിയിട്ട് അവരെന്ത് ചെയ്തു? ആ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു. ഹല്ലേലൂയ. നമുക്ക് ഉൽപ്പത്തി കഴിഞ്ഞ ഒരു പുസ്തകമുണ്ട്, പുറപ്പാട്. ഹല്ലേലൂയ. ആമേൻ ആ പുസ്തകത്തിന്റെ പേര് തന്നെ പുറപ്പാട്. എവിടെ നിന്നുള്ള പുറപ്പാട്? മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്നുള്ള പുറപ്പാട്. എന്തിനു വേണ്ടിയുള്ള പുറപ്പാട്? ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാനുള്ള പുറപ്പാട്. ആമേൻ ദൈവിക വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനുള്ള പുറപ്പാട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവവചനം നമ്മളോട് ഹൃദ്യമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, എന്തിനാ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചത്? എന്തിനാ നിത്യ മരണത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചത്? പ്രൈസലോ. എന്തിനാ തൻ്റെ ഏകജാതനെ പുത്രനെ കാൽവറി നമുക്ക് വേണ്ടി തകർത്തത്? എന്തിനാ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു നൽകി നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്? ഇന്ന് പകൽക്കാലം ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് തിരിച്ചറിവ് പ്രാപിച്ച ദൈവമക്കള് സത്യദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുവാൻ ഇടവരണം. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ സത്യമാണെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. അത് ഗ്രഹിക്കുവാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പ്രൈസലോ. മിസ്രയീമിന്റെ അടിമത്തത്തിൽ കടന്നപ്പോ അവരാഗ്രഹിച്ച ഒരു കാര്യം, എങ്ങനെയെങ്കിലും ഒരു ലിബറേഷൻ, എങ്ങനെയെങ്കിലും ഒരു പുറപ്പാട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വേണം. പ്രൈസലോ. ഞങ്ങൾ അതികഠിനമായിട്ട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്നു. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടെ അവർ നിലവിളിക്കാൻ ഇടവന്നു. ദൈവം അവരുടെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞു, അവരുടെ കഷ്ടതകളെ കണ്ട് ദൈവം ഇറങ്ങി വന്നിട്ട് മോശയിലൂടെ ഈ ജനത്തെ വിടുവിച്ചെടുക്കുകയാ. മുമ്പോട്ടുള്ള വഴികളിൽ അവർ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവിക വാഗ്ദത്തത്തെ പ്രാപിച്ചെടുക്കുവാൻ അവരെ പുറപ്പെടുവിക്കുകയാ. ഇന്ന് പകൽക്കാലം നമുക്കെല്ലാം ഒരു പുറപ്പാട് ദൈവം തന്നിരിക്കുകയാ. നമ്മളെല്ലാം ഒരു ആത്മീയ യാത്രയിലാ, ഒരു വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ഒരു ജനസമൂഹം ആമേൻ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ഇടവരണം. പ്രൈസലോ. ദൈവമക്കളെ, നമ്മൾ ബന്ധനത്തിലല്ല, ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നവരാ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ പാപത്തിന്റെ ബന്ധനത്തിലല്ല, ആമേൻ പ്രൈസലോ, നിത്യ മരണത്തിന്റെ ബന്ധനത്തിലല്ല, മറിച്ച് അവിടെ നിന്ന് പുറത്തു വന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കണം. ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുക എത്ര പേർക്ക് കഴിയുന്നുവെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഇന്ന് പകൽക്കാലം ചോദിക്കുകയാ. പ്രൈസലോ. മിസ്രയീമിലായിരുന്നപ്പോൾ അവരുടെ കരങ്ങളൊന്നും ഫ്രീ അല്ലായിരുന്നു. കാരണം എന്താ? അതികഠിനമായി വേല ചെയ്യിക്കുകയാ. പ്രൈസലോ. ആമേൻ നിത്യവൃത്തി. ആമേൻ ഹല്ലേലൂയ. അതിനുവേണ്ടി ആഹാരം പോലും കഴിക്കാൻ സമയമില്ലാതെ അതികഠിനമായി വേല. ആമേൻ പ്രൈസലോ. അന്ന് വൈകിട്ടാകുമ്പോൾ അവർ നിശ്ചയിക്കുന്ന ഇഷ്ടികയുടെ എണ്ണം കൊടുത്തിരിക്കണം. പ്രൈസലോ. അല്ലെങ്കിൽ
അതികഠിനമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകും. പ്രൈസലോ. എന്നാൽ ഈ സാഹചര്യങ്ങളൊക്കെ ഒരു വശത്തുള്ളപ്പോൾ അവർക്ക് ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, ദൈവം ഞങ്ങളെ വിടുവിക്കും. പ്രൈസലോ. അവരുടെ ബന്ധനങ്ങളെ ദൈവം അഴിച്ചുവെങ്കിൽ, അവരെ സ്വതന്ത്രമാക്കിയെങ്കിൽ, അവരെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ച് ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത്, ആ വാഗ്ദത്ത ദേശത്ത് അവർ എത്തിച്ചേരണം എന്നുള്ളത്. ഇന്ന് പകൽക്കാലം നമ്മളിലൂടെ എല്ലാം ദൈവം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ആമേൻ. നമ്മൾ സത്യദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ആ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം ദൈവമക്കളെ. അത് നമ്മുടെ പ്രൈസലോ കേവലം പാട്ടുകളിൽ മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തണം. പ്രൈസലോ. ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് സമർപ്പിച്ച് കൊടുക്കുന്നുവെന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയുന്നു? പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഒരു സഹായമാണ് നമ്മളെ സ്വതന്ത്രമാക്കി. പ്രൈസലോ. ആമേൻ. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ യേശു ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ സ്വതന്ത്രനാണ്. ഹല്ലേലൂയ. എൻ്റെ കയ്യോ കാലോ എൻ്റെ നാവിനെ ഒന്നും ആർക്കും ബന്ധിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കാരണം എൻ്റെ കർത്തൃത്വം നടത്തുന്നത് ആമേൻ എൻ്റെ കർത്താവാണെന്ന്. പ്രൈസലോ. എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് ആത്മനിറവോടെ അധരങ്ങളെ ചലിപ്പിക്കുമ്പോ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു, ദൈവജനത്തിനൊരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ വിടുതല് അനുഭവിച്ചറിയുവാൻ, അത് ശരീരങ്ങളിൽ അനുഭവിക്കാൻ പറ്റൂ, അത് മനസ്സിൽ അനുഭവിക്കുവാൻ പറ്റൂ. നമ്മളെ പുറകോട്ട് പിടിച്ചു നിർത്തുന്ന ഏത് ചിന്താമണ്ഡലങ്ങളിലോ അതിജീവിച്ച് മുന്നേറുവാൻ ഇടവരുമെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. റീബന ഹംദുന രഗദരഗജാരസിയാദന. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്ന ഒരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. പ്രൈസലോ. ഈ ലോകം നമ്മളെ താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. പ്രൈസലോ. എന്നാൽ ഈ ലോകത്തിന്റെ ശക്തി അതിജീവിച്ച് മുകളിലേക്ക് പോകാൻ നമ്മെ സഹായിക്കാൻ ദൈവത്തിന്റെ ആത്മാവാസം. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം, ലോകത്തെ ലൗകികതയൊക്കെ ജയിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് കൂടിയേ തീരൂ. പ്രൈസ്. ഈ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആമേൻ. ഈ ശക്തികളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം പറയുക. പ്രൈസലോ. ഇനി 11ാമത്തെ വേദഭാഗം വായിക്കാമോ? പ്രൈസലോ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരത്തെയും ആമേൻ ജീവിപ്പിക്കും. പ്രൈസലോ. ഈ മക്കളെ, രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ഒരു ഗ്യാരണ്ടിയാണ്. പ്രൈസലോ. എന്താണ് തരുന്നത്? ഒരു ഗ്യാരണ്ടി. ഹല്ലേലൂയ. എന്താ ഗ്യാരണ്ടി എന്നറിയാമോ? യേശുവിനെ ആത്മാവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെങ്കിൽ നമ്മളെയും എന്ത് ചെയ്യും? ഉയർപ്പിക്കും. പ്രൈസലോ. അപ്പം നമുക്ക് തരുന്ന ഒരു വലിയ ഉറപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചാലും ജീവിക്കും. പ്രൈസലോ. ഒന്നും കൂടെ വ്യക്തമായി പറഞ്ഞ, രക്ഷയുടെ ത്രികാല അനുഭവങ്ങളിൽ ഭാവിപരമായിട്ടുള്ള രക്ഷ. പ്രൈസലോ. അത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. പ്രൈസലോ. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? യേശു കർത്താവിൻ്റെ മധ്യാകാശ വരവിങ്കൽ. പ്രൈസലോ. ആമേൻ. നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടും. പ്രൈസലോ. അപ്പൊ വചനം പറയുക, യേശുവിനെ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളുടെ അകത്തളങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളെ എന്ത് ചെയ്യും? ഉയർപ്പിക്കും. പ്രൈസലോ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിൽ നമ്മൾ എന്ത് മേടിച്ചാലും ഒരു ഗ്യാരണ്ടി പറയും. പ്രൈസലോ. ഫ്രിഡ്ജ് മേടിച്ച ഗ്യാരണ്ടി ഉണ്ട്, വാഷിംഗ് മെഷീൻ മേടിച്ച ഗ്യാരണ്ടി ഉണ്ട്, ഇനി പേസ് മേക്കർ വെച്ച ഗ്യാരണ്ടി ഉണ്ട്, സ്റ്റെൻഡ് ഇട്ട ഗ്യാരണ്ടി ഉണ്ട്. പ്രൈസലോ. എല്ലാത്തിനും ഗ്യാരണ്ടി ഉണ്ട്. പ്രൈസലോ. എന്നാൽ ഈ ലോകം പറയുന്ന ഗ്യാരണ്ടി ആ ടൈം പീരീഡിൽ പോലും ആമേൻ നിൽക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പ്രൈസലോ. എന്നാൽ പരിശുദ്ധാത്മാവ് തരുന്നൊരു ഗ്യാരണ്ടി
അത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചാലും പ്രൈസലോ ആമേൻ നമ്മെ ഉയർപ്പിക്കുമെന്നുള്ള ഗ്യാരണ്ടി തരുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെന്നാണ് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസലോ എത്ര പേർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്? ആമേ പ്രൈസലോ നമ്മെ ശക്തീകരിക്കും, ആമേ പ്രൈസലോ ബലപ്പെടുത്തും, ഒക്കെ ശരിയാ. ഇനി മരിച്ചാൽ നമ്മളെ ഉയർപ്പിക്കാൻ പ്രൈസലോ. മരിച്ചു കഴിയുമ്പോൾ പറയുന്നത് എന്താ? പ്രൈസലോ അജീഷ് പാസ്റ്റർ എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ പ്രൈസലോ മരിച്ചു കഴിഞ്ഞാൽ പറയും ശവം എന്ന് പറയും. പെട്ടെന്ന് ഒറ്റ നിമിഷത്തിൽ ആമേ ശവം അടക്കാൻ പോവുക. പ്രൈസലോ ആമേൻ അത്രമാത്രം വിലയുള്ളൂ മനുഷ്യന്. പ്രൈസലോ എന്നാൽ ദൈവസന്നിധി വന്ന ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന വില എന്താ? പ്രൈസലോ ആമേ കേവലം ഒരു ശവം പോലെ അവൻ അവസാനിക്കുക ദൈവം അനുവദിക്കത്തില്ല. അവനെ നിത്യതയുടെ തുറമുഖത്ത് കൊണ്ട് എത്തിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗ്യാരണ്ടിയാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം നമ്മളോട് വിളിച്ചു പറയുന്നത്. പ്രൈസലോ ഹല്ലേലൂയ ആമേൻ. ഇതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണമേ ദൈവമക്കളെ. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ആമേൻ ദൈവത്തിന്റെ പ്രസൻസ് എവിടെയാണ് വസിക്കുന്നത്? നമ്മളിൽ. ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യുകയാണ്? നമ്മളിൽ വസിക്കുകയാണ്. പ്രൈസലോ ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം നോക്കിക്കേ. പ്രൈസലോ എഫേസ്യ ലേഖനം 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നാം ചോദിക്കുന്നതും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ഹല്ലേലൂയ ആമേ പ്രൈസലോ ശക്തിയാൽ കഴിയുന്നവന്. പ്രൈസലോ. അപ്പോൾ വചനം വളരെ വ്യക്തമായിട്ട് പറയുക, ഈ ആത്മാവ് എവിടെ വ്യാപരിക്കുന്നുണ്ട്? നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. ആമേ പ്രൈസലോ. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ചടന്ന് എന്ന് നമ്മുടെ ആത്മീയ വിഷയങ്ങളെ പറയുമ്പോൾ നാം ചോദിക്കുന്ന വിഷയങ്ങൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് നിവർത്തിച്ചു തരുന്നത് എങ്ങനെയാ? നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി കൊണ്ട്. പ്രൈസലോ. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ആത്മാവിനെ മാറ്റി നിർത്തിയിട്ട് ആത്മീയ ജീവിതം ഇല്ല. പ്രൈസലോ. നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ നമ്മെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിനാൽ നമ്മെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. പ്രൈസലോ. ഇന്ന് പകൽക്കാലം ഈ ഗ്യാരണ്ടി ജീവിതത്തിനകത്ത് ഉറപ്പ് വരുത്തി ആമേൻ ദൈവസന്നിധി പ്രത്യാശയുള്ളവരായി ജീവിക്കുക ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ആമേ പ്രൈസലോ. എന്നെ സഹായിക്കുവാൻ ആരുമില്ല. ഞാൻ കടന്നു പോകുന്ന വഴികളിൽ ആരും സഹായകനില്ലാതെ ഞാൻ വീണു മരിച്ചു പോയാലോ ആമേ പ്രൈസലോ അവിടെ കടന്ന് ആമേ പ്രൈസലോ ജീർണിച്ച് നാറിപ്പോയാലോ ആമേ പ്രൈസലോ ഞാൻ അവസാനിക്കുന്നില്ല. കാരണം എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ആമേ പ്രൈസലോ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണെങ്കിൽ ഒരു ശരിയായിട്ടുള്ള അടക്കം ലഭിച്ചില്ലേലോ ആമേൻ ഒരു ദൈവ പൈതലിന് നിരാശയില്ല, ഭാരമില്ല. കാരണം എന്താണ്? ഉയർപ്പിന്റെ ദിനത്തിങ്കൽ ഹല്ലേലൂയ ആമേൻ ഈ മൺകൂടാരത്തിനകത്ത് ആമേ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ മതിയായതെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസലോ ആമേൻ. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആമേൻ. ഞാൻ ചോദിക്കുന്നത് മനുഷ്യരോടല്ല, ഞാൻ ദൈവത്തോടാണ് ചോദിക്കുന്നത്. ദൈവത്തോട് ചോദിക്കുക, ദൈവമേ എന്നെ ആത്മീയമായിട്ട് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ദൈവം പറയത്തില്ല എറണാകുളത്ത് ഞാനൊരു പാസ്റ്ററെ കൊണ്ടുവന്ന് നിന്നെ ശക്തിപ്പെടുത്തല്ല. ദൈവം പറയും നിന്റെ അകത്തൊരു ആത്മാവുണ്ട്. പ്രൈസലോ ആമേൻ. അത് എൻ്റെ ആത്മാവാ. ആമേ പ്രൈസലോ. അത് ലൗകിക മേഖലകളെ അതിജീവിച്ചുകൊണ്ട് ആമേ മുന്നോട്ട് പോകുവാൻ നിന്നെ ശക്തീകരിക്കുന്നതാ. ആ ആത്മാവിനെ ഞാനൊന്ന് ബലപ്പെടുത്താം, ശക്തിപ്പെടുത്താം. പ്രൈസലോ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? നമ്മൾ ആത്മീയമായി ഉണരുവാൻ ആഗ്രഹിക്കുമ്പോൾ, ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കപ്പെടുമ്പോൾ ആമേൻ ആരും പുറത്തുനിന്ന് വന്ന് തലേ കൈവെക്കണ്ട. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവ് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ ശക്തിയുള്ളതാണെങ്കിൽ, അത് പുനരുത്ഥാനത്തിന് ശക്തിയുള്ളതാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. ഏത് ബലഹീനതകളുടെ നടുവിൽ നിന്നോ ആമേ ശക്തിയോടെ എഴുന്നേൽക്കുക. അത് നമുക്ക് മതിയെന്ന് ദൈവത്തിന്റെ വചന ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. റീമാന ഹംദുന രഗദരഗജാര ശൗഡബനഗദരജാര സിഹാദര. നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് അത് എത്ര വിലയുള്ള ടാബ്ലറ്റ് ആണെങ്കിലും അതിനൊരു നിശ്ചിത സമയമുണ്ട്.
അതിൻ്റെ ഡിസൊല്യൂഷൻ ശരിയായില്ലെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഈ ഫാർമസ്യൂട്ടിക് കമ്പനി ജോലി ചെയ്ത സമയത്ത് 10-20 ലക്ഷം രൂപയുടെ ടാബ്ലറ്റ് ഒറ്റ നിമിഷം പഞ്ച് ചെയ്യുമ്പോൾ ചില സമയത്ത് ഈ ഡിസൊല്യൂഷൻ ശരിയാകത്തില്ല. അതായത് 1 മിനിറ്റിനുള്ളിൽ ഇത് മുഴുവൻ ഡിസോൾവ് ആകണം. പ്രൈസലോ. അപ്പം നമ്മുടെ എടുത്തിരിക്കുന്ന കോമ്പിനേഷനോ അല്ലെങ്കിൽ ഫർണസ് ചെയ്യുമ്പോൾ ചൂട് കൂടിപ്പോയാലൊക്കെ സംഭവിക്കുന്നത് ഇത് ആ 1 മിനിറ്റിനുള്ളിൽ ഡിസോൾവ് ആകത്തില്ല. അപ്പോൾ അതിൻ്റെ ആ ഫലം എന്തുണ്ടാകത്തില്ല, ശരീരത്തിന് ലഭിക്കാതെ പോകും. പ്രൈസലോ. അപ്പം ഒരു യഥാർത്ഥത്തിൽ ഒരു ഡിസൊല്യൂഷൻ ഒരു ടാബ്ലറ്റ് നമ്മുടെ ശരീരത്തിൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള ഒരു ആത്മീയ സത്യമുണ്ട്. പ്രൈസലോ. ഒരു ടാബ്ലറ്റ് കഴിച്ച് അതിന് ഇത്ര സമയം കൊണ്ട് ശരീരത്തിൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും എന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോൾ അതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മുടെ മനസ്സിനെയും ശക്തീകരിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു മെഡിസിൻ, ഏറ്റവും വലിയൊരു ഗ്യാരണ്ടി നമ്മുടെ ശരീരത്തിനകത്ത് ദൈവം ഇറക്കി വെച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാലം ദൂത് മനസ്സിലാകുന്ന ദൈവമക്കളെ, ആത്മാവിൻ്റെ ശക്തി എന്താണെന്ന്, പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താണെന്ന് ഒന്ന് വിശ്വസിക്കുവാൻ, ഏറ്റെടുക്കുവാൻ, സ്വീകരിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് കഴിയുന്നെങ്കിൽ എല്ലാ രോഗത്തിനും ഒറ്റ വൈദ്യം മതി. പ്രൈസലോ. പല രോഗത്തിന് പല വൈദ്യന്മാരുടെ അടുക്ക് നമ്മൾ ഓടാറുണ്ട്. എന്നാൽ എല്ലാ രോഗത്തിനും ഒറ്റ വൈദ്യൻ മതി. പ്രൈസലോ. എല്ലാ രോഗത്തിനും ആവശ്യമുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതി നമ്മുടെ അകത്ത് ദൈവം വെച്ചിരിക്കുകയാ. അത് ദൈവത്തിന്റെ ആത്മാവാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസലോ. ഹല്ലേലൂയ. എൻ്റെ മനസ്സ് തകരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശക്തീകരിക്കും. എൻ്റെ ശരീരം ബലഹീനമാകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശക്തീകരിക്കും. എന്തിന് ജീവിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രത്യാശ നൽകും. പ്രൈസ്. ഇനി ലോകത്തിൽ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആത്മാവ് ഒരു വലിയ ഗ്യാരണ്ടി തരികയാ. പ്രൈസലോ. ഞാൻ നിന്നെ കരങ്ങളിൽ വഹിക്കും. പ്രൈസലോ. ഞാൻ നിന്നെ നടത്തും, ശക്തീകരിക്കും. പ്രൈസലോ. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കാൻ കഴിയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന അല്പസമയം ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, ആരാധിച്ചാട്ടെ. പ്രൈസലോ. യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റീബാന ശൗഡവനഗദരഗ ജീവകാരവം ധരഗജാര ശ്രീഹാദ. ഒന്ന്, ആത്മാവ് സ്വാതന്ത്ര്യം തരും. പ്രൈസലോ. പ്രൈസലോ. ആത്മാവ്. 2, നമുക്ക് ഒരു വലിയ ഗ്യാരണ്ടി തന്നിരിക്കുക. ഗ്യാരണ്ടി. പ്രൈസലോ. ഇനി 13ാമത്തെ വാക്യം വായിക്കാം. പ്രൈസലോ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പ്രൈസലോ. അപ്പോൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിലോ നിങ്ങൾ ആത്മാവിനാ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? ജീവിക്കും. പ്രൈസലോ. ജഡത്തെ അനുസരിച്ച് നടക്കുന്നവർ മരിക്കും. ആത്മാവിനാ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നവര് ജീവിക്കും. പ്രൈസലോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, പാപത്തിൻ്റെ മുകളിൽ ഒരു ജയം നമുക്ക് വേണമെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവിനാലേ സാധ്യമാകത്തുള്ളൂ. ജഡത്തെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്തോത്രം. പാപത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കുക, സ്വയത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കുക, ദൈവഹിതത്തിന് വിപരീതമായി നടക്കുക. പ്രൈസലോ. ദൈവത്തോട് മത്സരിക്കുക. ഇതൊക്കെ ജഡത്തെ അനുസരിച്ച് നടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം.
പാപത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കുക. പ്രൈസലോ. സ്വയത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കുക. ആമേ. പ്രൈസലോ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി നടക്കുക, ദൈവത്തോട് മത്സരിക്കുക. ഇതൊക്കെ ജഡത്തിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ജഡത്തിൻ്റെ ഇഷ്ടത്തെ അനുസരിച്ച് നടന്നാൽ എന്താ സംഭവിക്കുന്നത്? മരിക്കും. പ്രൈസലോ. എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യം, ആത്മാവിനാ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ജീവിക്കും. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തളങ്ങളിൽ അധിവസിക്കുന്നുവെങ്കിൽ സമൃദ്ധമായ ജീവൻ, പ്രൈസലോ, ഇന്ന് പകൽക്കാലം നമ്മൾ എല്ലാവരും അനുഭവിച്ചറിയണം. പ്രൈസലോ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മളിൽ വ്യാപരിക്കേണ്ടത് മരണമല്ല, നമ്മളിൽ വ്യാപരിക്കേണ്ടത് ജീവനാണ്. പ്രൈസലോ. ആമേ. പ്രൈസലോ. എങ്ങനെയാ ഈ ജീവൻ വ്യാപരിക്കുന്നത്? ആത്മാവിനെ നമ്മുടെ ജഡത്തിന്റെ ഓരോ പ്രവർത്തികളിലേക്ക് ഒന്ന് കടത്തിവിടുവാൻ തയ്യാറാകുമ്പോ, ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുവാൻ തയ്യാറാകുമ്പോ നമുക്ക് എന്ത് ലഭിക്കുകയാ? ജീവൻ ലഭിക്കുകയാ. പ്രൈസലോ. ഇന്ന് പകൽക്കാലം വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആമേൻ, നമ്മിൽ വ്യാപരിക്കുന്ന ജീവനാണ് നമ്മെ, ആമേൻ, ദൈവസന്നിധിയിൽ നിർത്തുന്നത്. പ്രൈസലോ. നമ്മിൽ വ്യാപരിക്കുന്ന ജീവനാണ് ദൈവസന്നിധി ചലിക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മിൽ വ്യാപരിക്കുന്ന ജീവനാണ് ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമ്മിൽ വ്യാപരിക്കുന്ന ജീവനാണ്, ആമേ, പ്രൈസലോ, കർത്താവിന് വേണ്ടി, ആമേ, സാക്ഷികളായി നിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്നത്. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ജീവൻ എങ്ങനെയാ നമ്മളിലേക്ക് കടന്നു വരുന്നത്? ആത്മാവിന്റെ സഹായത്തോടെ ഓരോ ദിവസവും ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കണം. പ്രൈസലോ. ആമേ. ജഡത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് വളരെ വ്യക്തമായി നമ്മൾ കേട്ടു. ആമേ. പാപത്തിന്റെ ഇഷ്ടങ്ങൾ, സ്വന്തം ഇഷ്ടങ്ങൾ, ആമേ, ദൈവഹിതത്തിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ, ആത്മാവിന്റെ സഹായത്തോടെ ഓരോ ദിവസവും ഇതിനെ മരിപ്പിക്കുവാൻ ഇടവരുമ്പോ നമ്മളിലേക്ക് ആ ജീവൻ വ്യാപരിക്കുവാൻ ഇടവരും. ആമേ. ജീവൻ വ്യാപരിക്കുമ്പോ നമ്മൾ ശക്തിയുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഇടവരും. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ആത്മീയമായി ക്ഷീണിച്ചിരിക്കുന്നുവെങ്കിൽ വചനത്തിന് വ്യക്തമായി പറയാനുള്ളത്, ആമേൻ, ആത്മീയ ക്ഷീണം മാറുവാ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചാൽ മതി. അതെങ്ങനെ സാധ്യമാകും? ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായം ചോദിക്കണം. ആത്മാവിന്റെ സഹായത്തോടെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുമ്പോ, ആമേ, ക്ഷീണിച്ചിരിക്കുന്നവർ ബലപ്പെടുവാൻ ഇടവരും, ശക്തിപ്പെടുവാൻ ഇടവരും, ജീവൻ വ്യാപരിക്കുവാൻ ഇടവരും. ആമേ. പ്രൈസലോ. അവര് ദൈവത്തെ ആരാധിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടവരുമെന്ന് വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസലോ. ആമേൻ. ഞങ്ങള് ക്ഷീണിച്ചു പോയി, ഞങ്ങളെ ശക്തീകരിക്കണം എന്ന് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വേണമെങ്കിൽ 3 ദിവസം ഉപവാസിരിക്കാം. പ്രൈസലോ. ഹല്ലേലൂയ. ആമേൻ. ഉപവാസിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശക്തി കിട്ടും. ആമേൻ. ക്ഷീണം മാറും. പ്രൈസലോ. ഹല്ലേലൂയ. അതൊക്കെ നല്ലതാ. പ്രൈസലോ. എന്നാൽ ഈ ക്ഷീണം എവിടെയാണ് വന്നിരിക്കുന്നത്? പ്രൈസലോ. ക്ഷീണം വന്നിരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഹല്ലേലൂയ, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യനില്ല. പ്രൈസലോ. എന്തുകൊണ്ടാണ് ക്ഷീണം വന്നത്? പ്രൈസലോ. ജഡത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മൾ നിർവഹിക്കാൻ പോകുന്നത് കൊണ്ട് ക്ഷീണം വന്നത്. പ്രൈസലോ. അപ്പൊ ക്ഷീണം മാറണമെങ്കിൽ ആത്മാവിന്റെ സഹായം നമ്മൾ തേടണം. പ്രൈസലോ. ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അങ്ങനെ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച്, ആമേൻ, ആത്മാവിലുള്ള ജീവൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വായത്തമാക്കി എടുക്കുവാൻ കഴിയുമ്പോഴാണ്, ദൈവസന്നിധിയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷത്തോടെ, ആനന്ദത്തോടെ ദൈവത്തിന് ആരാധനയും മഹത്വവും അർപ്പിക്കുവാൻ കഴിയുന്നത്. ആമേൻ. അകത്തളങ്ങളിൽ മാത്രമല്ല, ഏതൊക്കെ ജീവിത സാഹചര്യത്തിലേക്ക് കടന്നുപോയാലും, ആമേ, ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് കരം കൊടുക്കുമ്പോൾ നമ്മളിലുള്ള ജീവൻ അവനിലേക്ക് വ്യാപരിക്കും. പ്രൈസലോ. എത്ര പേരത് വിശ്വസിക്കുന്നു? അവനോട് സംസാരിക്കുമ്പോൾ നമ്മളിലുള്ള ജീവൻ അവനൊരു പ്രത്യാശ കൊടുക്കുവാൻ ഇടവരും. പ്രൈസലോ. ആമേൻ. ഒരു ഭവനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മളിലുള്ള ജീവൻ, പ്രൈസലോ, ആ കുടുംബത്തെ ശക്തീകരിക്കുവാൻ ഇടവരും. പ്രൈസലോ. നമ്മൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ
നമ്മളിലുള്ള ജീവൻ, ഹല്ലേലൂയ, ആ പ്രാർത്ഥനയുടെ നടുവില് ആമേൻ ഏത് വ്യക്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയിലേക്ക് വ്യാപരിക്കുവാൻ ഇടവരും. ആമേൻ നമ്മളിലുള്ള ജീവൻ, ഹല്ലേലൂയ, നാം ആയിരിക്കുന്ന സമൂഹത്തിലേക്ക് വെളിപ്പെടുവാൻ ഇടവരും. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ടെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം ചോദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച നമുക്ക് ജീവനുണ്ട്. ജീവൻ എന്ന് പറയുമ്പോൾ അത് കേവലം ഒരു സെന്റൻസിൽ പറഞ്ഞ് നിർത്തേണ്ടതല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് അശരീരമായി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ് ആമേൻ ഞാൻ കടന്നു എന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് ജീവനുള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തിനകത്ത് ഈ ജീവൻ വ്യാപരിക്കുമ്പോഴാണ്, ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ സാന്നിധ്യം, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളിൽ വ്യാപരിക്കുന്ന ജീവൻ എന്താണെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ ദൈവമക്കളെ, ആമേൻ, നമ്മുടെ ജഡത്തിന്റെ ബലഹീനതകളെ മരിപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ മുന്നോട്ട് പോകുക ദൈവത്തിന്റെ ആലോചന നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 13-ാമത്തെ വാക്യം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിന് ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്ക് 14-ാമത്തെ വാക്ക്, ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ആത്മാവിന്റെ അടുത്ത സഹായം നമുക്ക് ഗൈഡൻസ് തരിക. ഗൈഡൻസ്, പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് നടത്തുന്ന ഏവനും ആരായി തീരുകയാ? ദൈവത്തിന്റെ മക്കളായി തീരുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കേവലം ഒരു ഗൈഡൻസ് മാത്രമല്ല, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുകയാ. എന്താ ട്രാൻസ്ഫോർമേഷൻ? ഹല്ലേലൂയ. ദൈവാത്മാവ് നടത്തുന്നവർ ആരായി തീരുമെന്ന് പറയുന്നത് മക്കളായി തീരുകയാ. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ ആരായിരുന്നു? പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ ദൈവത്തോട് അകന്ന് ജീവിച്ചവരായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് പറയുവാൻ പുത്രത്വം എന്നൊരു പദവി ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച, ദൈവത്തിന്റെ കോപത്തിന് പാത്രമായിരുന്ന നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ വിശ്വസിച്ച ഒരു നിമിഷത്തിങ്കിൽ ദൈവത്തിന്റെ മക്കളാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൂത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇന്നലകളിൽ നമ്മുടെ പുറകെ നടന്ന് നമ്മുടെ അപ്പനും അമ്മയും ഉപദേശിച്ചു. പ്രൈസ് ദി ലോർഡ്. മകന് ഈ വഴിക്ക് പോകണം, ഇങ്ങനെ ആയി തീരണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മളെ കണ്ടവർ ഉപദേശിച്ചു, ഈ തെറ്റ് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. എന്നാൽ നമ്മുടെ അപ്പനും അമ്മയും ഉപദേശിച്ചിട്ട് നന്നാകാത്ത നമ്മള്, ആമേൻ, നമ്മുടെ സഹോദരങ്ങൾ ഉപദേശിച്ചിട്ട് നന്നാകാത്ത നമ്മള് ഒരു നിമിഷം കൊണ്ട് ആമേൻ നന്നായി ദൈവത്തിന്റെ മക്കളായി തീർന്നെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായമാണെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. രൂപാന്തരപ്പെടത്തില്ലെന്ന് ലോകം വിധി എഴുതി തള്ളിയതിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒന്നിനും കൊള്ളത്തില്ല, ഇവനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് അപ്പനും അമ്മയും വിധി എഴുതി തള്ളിയാലും അവനെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന്റെ മകനാക്കി ദൈവത്തിന്റെ സാക്ഷിയാക്കി നിർത്തുക കഴിയുന്നതാ ദൈവത്തിന്റെ ആത്മാവ്. ഇന്ന് പകൽക്കാലം നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവ് നമുക്ക് ഗൈഡൻസ് തരിക മാത്രമല്ല, ആമേൻ, ദൈവത്തിന്റെ വഴിയിൽ നടക്കത്തക്ക നിലകളിൽ നമ്മളെ രൂപപ്പെടുത്തി എടുക്കുവാൻ ഇടവരുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവമേ എന്നെ രൂപാന്തരപ്പെടുത്തണം, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ മാറ്റുവാൻ എന്നെ സഹായിക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ വഴികൾ നടക്കാൻ എന്നെ ഗൈഡൻസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവമക്കൾ എവിടെയും ഓടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള ഗൈഡൻസ് നമ്മുടെ മനസ്സാക്ഷിക്കകത്ത് ദൈവത്തിന്റെ ആത്മാവ് തരും. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നു? ആമേൻ. ദൈവസന്നിധിയിൽ ഒന്ന് കാത്തിരുന്നാൽ മതി, വെയിറ്റ് ചെയ്താൽ മതി. നമുക്കുള്ള വഴി ദൈവം കാണിച്ചു തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തലമുറയ്ക്കുള്ള വഴി ദൈവം കാണിച്ചു തരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ കുടുംബത്തിനുള്ള വഴി ദൈവം കാണിച്ചു തരുമെന്ന്, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനുള്ള വഴി ദൈവം കാണിച്ചു തരുമെന്ന് ഇന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നു? നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആത്മാവ്, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ആത്മാവാണെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. 16-ാമത്തെ വാക്യം, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു.
യുവമക്കളെ, ഇവിടെ നമ്മുടെ രക്ഷയുടെ ഒരു വലിയ ഉറപ്പ് നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് തരികയാണ്. സ്തോത്രം. നമ്മൾ ആരാന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ മക്കളാണ്. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറയുകയാണ്. പ്രൈസലോ. മക്കളാണെന്ന് പറയുമ്പോൾ നമുക്കൊരു ഉറപ്പാണ്. പ്രൈസലോ. ഞാൻ വെറുതെ ഒന്നും കയറി വന്നതല്ല. സ്തോത്രം. എനിക്കൊരു രക്ഷ സംഭവിച്ചിട്ടുണ്ട്. ആ രക്ഷയുടെ ഉറപ്പ് പരിശുദ്ധാത്മാവ് തരികയാണ്. പ്രൈസലോ. രക്ഷയുടെ ഉറപ്പാണ് ഞാൻ പുത്രത്വം എന്ന പദവിയിലായിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പ്രൈസലോ, രക്ഷയുടെ ഉറപ്പ് തെറ്റിദ്ധരിക്കരുത്. പ്രൈസലോ, രക്ഷ നഷ്ടപ്പെടുകയില്ല, അതല്ല ഞാൻ പറയുന്നത്. പ്രൈസലോ, രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ ആത്മാവ് ഹൃദയത്തിനകത്ത് കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്. നീ ആരാ? ദൈവത്തിൻ്റെ പൈതല, ദൈവത്തിൻ്റെ പൈതല. പ്രൈസലോ. ഇതിവിടെ ഇരിക്കുമ്പോൾ കേൾക്കുമ്പോൾ സന്തോഷം. പ്രൈസലോ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇതിന് അത്രമാത്രം വിലയൊന്നും നമ്മൾ കൊടുക്കത്തില്ല. പ്രൈസലോ. എന്നാൽ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ആത്മാവകത്ത് പറയും, നീ ദൈവത്തിൻ്റെ മകനാ. പ്രൈസലോ. അത് തരുന്ന ഒരു വലിയ ധൈര്യമുണ്ട്. പ്രൈസലോ. ആ മേഖലയിൽ ചിലപ്പോൾ ഒറ്റ വ്യക്തി നമ്മുടെ കൂടെ ഇല്ലായിരിക്കാം. ഓഫീസിലായിരിക്കാം, സ്കൂളിലായിരിക്കാം, കോളേജിലായിരിക്കാം, എവിടെയെങ്കിലും ആകട്ടെ. പ്രൈസലോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല. ആത്മീയമായി കൂട്ടായ്മ തരുവാൻ ആരുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലോകം മുഴുവൻ നമുക്കെതിരായിട്ട് നിൽക്കുമ്പോഴും അകത്താത്മാവ് പറയുന്ന ഒരു ഉറപ്പുണ്ട്, നീ ദൈവത്തിൻ്റെ മകനാ. പ്രൈസലോ. നീ ദൈവത്തിൻ്റെ മകളാ. പ്രൈസലോ. എനിക്ക് ഈ വചനത്തിനകത്ത് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ വചനം എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചു നിർത്തുന്നു. പ്രൈസലോ. ഞാൻ ആരാ? ദൈവത്തിൻ്റെ മകനാ, ദൈവത്തിൻ്റെ മകളാ. രക്തം കൊടുത്ത് എന്നെ വിലക്ക് മേടിച്ചതാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ വകയാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വകയെ പരിപാലിക്കുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ഏതൊക്കെ സാഹചര്യങ്ങളിലേക്ക് ദൈവ പൈതലേ നമ്മൾ വഴുതിപ്പോയാലും ഹല്ലേലൂയ അവിടെയൊക്കെ നമ്മളെ ശക്തീകരിച്ച് നിർത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായ പുത്രത്വം എന്ന പദവിയെ കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഹല്ലേലൂയ ഇവിടെ അതിനൊരു മറുവശം കൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ മകനാണെന്ന് എപ്പോൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അപ്പന്റെ വില കളയാൻ എനിക്കിട വരത്തില്ല. പ്രൈസലോ. ഞാൻ മകനാ. പ്രൈസലോ. ഇവിടെ നിന്നാലും ഞാൻ മകനാ. പ്രൈസലോ. പ്രൈസലോ. അത് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുമ്പോൾ എൻ്റെ അപ്പനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രൈസലോ. എൻ്റെ അപ്പന് എത്ര വില കൊടുത്ത ഹല്ലേലൂയ എന്നെ വിലക്ക് മേടിച്ചിരിക്കുന്നത്, ഈ ആത്മീയ പദവിയിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പന്റെ കളങ്കം പറ്റുന്നതൊന്നും ഈ മകന് ചെയ്യുവാൻ പറ്റത്തില്ല. പ്രൈസലോ. ദൂത് മനസ്സിലാകുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ഇത് നമുക്ക് തരുന്ന വലിയൊരു ധൈര്യമുണ്ട്. ഏത് സാഹചര്യത്തിനും നടുവിലും പതറിപ്പോകാതെ നിൽക്കുക. ഞാൻ ദൈവത്തിന്റെ മകനാണ്, മകളാണെന്ന് പറയുമ്പോൾ അത് തരുന്നൊരു ധൈര്യമുണ്ട്, അത് തരുന്നൊരു സുരക്ഷിതത്വമുണ്ട്, അത് തരുന്നൊരു ശുദ്ധീകരണമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസലോ. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പ്രൈസലോ. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവോട് ഇങ്ങനെ ആത്മാവ് പറയുക, നീ ദൈവത്തിന്റെ മകനാ. പ്രൈസലോ. പുറത്തുനിന്ന് പലരും പറയും, നീ ഇന്നയാളല്ലേ. പ്രൈസലോ. നീ അല്ലേ ഇന്നാള് പണ്ട് ആ പാപത്ത് ജീവിച്ച വ്യക്തി. പ്രൈസലോ. അല്ലെങ്കിൽ പറയും, നീ ഇന്ന പോലെ ജീവിച്ച ആളല്ലേ. പ്രൈസലോ. ഇങ്ങനെ പല കാര്യങ്ങൾ ലോകം പറയുമ്പോൾ അതിന് നടുവിൽ ആത്മാവോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ദൈവത്തിൻ്റെ മകനാ. സ്തോത്രം. ആ സാഹചര്യത്തിൽ നിന്നൊക്കെ നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവന്നതാ. ലോകം പലതും വിധി പറഞ്ഞാലും, ലോകം പലതും എഴുതി വച്ചാലും പ്രൈസലോ, ഇന്ന് പകൽക്കാലം അകത്തളങ്ങളിൽ ഉറപ്പ് പ്രാപിച്ച ദൈവ പൈതല് ഏത് സാഹചര്യത്തിനും നടുവിലും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടവരുമെന്ന് വചന ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസലോ. ഒരു വാക്യം കൂടെ വായിക്കും, 26, 27 വാക്യം കൂടെ വായിച്ചിട്ട് നിർത്താം. പ്രൈസലോ. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. സ്തോത്രം. ആത്മാവ് എന്ത് ചെയ്യുകയാണ്? തുണ നിൽക്കുകയാണ്. സ്തോത്രം. എന്തിനാ തുണ നിൽക്കുന്നത്? ബലഹീനതയ്ക്ക്. സ്തോത്രം. ഈ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് പറഞ്ഞു, പ്രൈസലോ. ഹല്ലേലൂയ. ഒരു ശൂലത്തെ കുറിച്ച് ദൈവത്തോട് സ്തോത്രം 3 വട്ടം പറഞ്ഞു. സ്തോത്രം. ഈ ശൂലം എന്തിനാ മാറാൻ പൗലോസ് ആഗ്രഹിച്ചത്? പ്രൈസലോ. ശൂലം എന്തിനാ മാറാൻ പൗലോസ് ആഗ്രഹിച്ചത്?
പൗലോസിന് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കാനുള്ള ആഗ്രഹമാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ബലഹീനതയിൽ തുണ നിൽക്കാൻ ദൈവം തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ പരിശുദ്ധാത്മാവ് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? സ്തോത്രം. എന്തിനാ പരിശുദ്ധാത്മാവ് അസിസ്റ്റ് ചെയ്യുന്നത്? ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുത്താനാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എൻ്റെ രോഗം മാറ്റി തന്നിട്ട് ദൈവത്തിന് എന്ത് പ്രയോജനം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ആമേൻ ബലഹീനതയുണ്ട്, സംസാരിക്കാൻ അറിയത്തില്ല, എൻ്റെ ബലഹീനതയെ എൻ്റെ നാവെ തൊട്ട് പരിഹരിക്കുന്നു എന്ന് ദൈവം പറയുമ്പോൾ, സ്തോത്രം, അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഈ ബലഹീനതയെ ശക്തിപ്പെട്ടിട്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു ദൈവമക്കളെ? നമ്മൾ എത്ര വിടുതൽ ദൈവസന്നിധി പ്രാപിച്ചല്ലേ? പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ രോഗങ്ങളിൽ ദൈവം നമ്മളെ സൗഖ്യമാക്കി, എത്ര വലിയ സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന് ഇറങ്ങി വന്ന അത്ഭുതകരമായി ദൈവം ഉയർത്തിയില്ലേ? പ്രൈസ് ദി ലോർഡ്. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നിമിഷങ്ങൾ, അകത്തളങ്ങളിൽ ഇരുന്ന് കരഞ്ഞ നിമിഷങ്ങൾ, ആരും കാണാത്ത കണ്ണുനീരിനെ കണ്ട ഒരു ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചില്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാല ബലഹീനനായി പോയപ്പോ എന്നെ ശക്തീകരിച്ച, എന്നോട് കൂടിയിരുന്ന, എന്നെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് ഇവിടെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് തരുന്ന സഹായം എന്നെ അസിസ്റ്റ് ചെയ്യുക. പ്രൈസ് അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമെ തുണ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ആമെ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സാറിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അനേകരുണ്ടായിരിക്കും, അനേകർ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. അവരെല്ലാം കൂടെ ഒരുമിച്ച് അസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് തന്നെ പോകാൻ പറ്റത്തില്ല, എനിക്ക് തന്നെ ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുക? എന്നെ അസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നേക്ക് തുണ നിൽക്കുകയാ, എന്നെ ശക്തീകരിക്കുക, ബലപ്പെടുത്തുക, എക്വിപ്പ് ചെയ്യുക, എന്നെ ഉപയോഗിക്കുക, എന്നെ നടത്തുക. ഇന്ന് പകൽക്കാല ദൈവമക്കളെ, വചനത്തിന് വ്യക്തമായി പറയാൻ പറ്റുന്നത് നമുക്ക് തന്നെ സാധിക്കത്തില്ലെന്ന് ഉറപ്പ് ദൈവസന്നിധി പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങുമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, എനിക്ക് തന്നെ സാധിക്കത്തില്ല ദൈവമേ. സ്തോത്രം. തന്നെ സാധിക്കത്തില്ല, അതിനുള്ള കഴിവൊന്നും എനിക്കില്ല. സ്തോത്രം. ദൈവം പറയും, നിന്റെ അകത്ത് ഞാൻ പരിശുദ്ധാത്മാവിനെ വെച്ചിരിക്കുന്നത് നിന്റെ ബലഹീനതയെക്കുറിച്ച് പറയാനല്ല, ആ ബലഹീനതയുടെ നടുവിൽ ശക്തിപ്പെട്ടിട്ട് നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയാനാണ് ദൈവം ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. ആത്മാവ് താൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തതും കൂടെ പറഞ്ഞു നിർത്താം. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്കും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പം വിചാരിക്കുന്നു എൻ്റെ പ്രാർത്ഥന ഏറ്റവും നല്ല പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം അതിന് മാർക്കിടുമ്പോൾ ആമേൻ എത്ര മാർക്ക് ഇടുമെന്ന് ആമേൻ ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. കാരണം എന്താണ്? ആമേൻ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം പറയുന്നു, എൻ്റെ ഇഷ്ടങ്ങൾ വലിയ വാദോരാതെ പ്രാർത്ഥിക്കുന്നൊന്നും ദൈവത്തിന് പ്രശ്നമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന നോക്കുന്ന ഒരു കാര്യം, എൻ്റെ ഇഷ്ടം, അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് ആർക്കും അറിയത്തില്ല. ഇന്ന് പകൽക്കാലം പ്രാർത്ഥന പഠിപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. കണ്ണുകൾ അടയ്ക്കാൻ, ദൈവത്തിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആമേൻ പ്രൈസ് ദി ലോർഡ്, ലോകത്തിൻ്റെ ആമേൻ ആകർഷണത്തിൽ നിന്ന്, ഹല്ലേലൂയ, ലോകത്തിൻ്റെ ആകർഷണത്തിൽ നിന്ന്, പാപത്തിൻ്റെ ആകർഷണത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. നമുക്കൊരു വലിയ അഷ്വറൻസ്, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിൻ്റെ ആത്മാവ് തരിക. മരിച്ചാലും ജീവിക്കുമെന്നുള്ള ഒരു വലിയ അഷ്വറൻസ് ദൈവം തരിക. പാപത്തിൽ നിന്നുള്ള ജയം ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരിക. ഒരു വലിയ ഗൈഡൻസ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മളോട് ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്. ആമേൻ. ആത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിന്ന് ആമേൻ നമുക്ക് വേണ്ടി
പ്രാർത്ഥിക്കുകയാണ്. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ ആത്മാവിൻ്റെ ആ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് അധികമായിട്ടൊന്ന് പകർന്നു നൽകണം. ഹല്ലേലൂയ. എൻ്റെ ജഡത്തെ ഒന്ന് മരിപ്പിച്ചിട്ട് ജീവൻ എന്നിലൊന്ന് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിൽ ജീവൻ വ്യാപരിക്കുമ്പോൾ അതെൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവനാക്കി എന്നെ തീർക്കും. പ്രൈസലോ. എന്നിൽ ജീവൻ വ്യാപരിക്കുമ്പോൾ ഞാൻ കടന്നു പോകുന്ന മേഖലകൾ അനേകരെ ജീവിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ പ്രവർത്തിക്കുവാൻ ഇടവരും. പ്രൈസലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ജീവൻ ഒന്ന് വ്യാപരിക്കട്ടെ. എല്ലാ ആത്മീയ ക്ഷീണവും ഒന്ന് മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. എല്ലാ ആത്മീയ ക്ഷീണം മാറട്ടെ. ഹല്ലേലൂയ. ആത്മീയ ക്ഷീണം നമ്മുടെ അകത്തളങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറുവാൻ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ ആത്മാവിനെ, എൻ്റെ ആത്മാവിനെ ഒന്ന് ശക്തീകരിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോടൊന്ന് സംവദിക്കണമേ, സംസാരിക്കണമേ, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ.